പ്രകാശം പകരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുഞ്ചിരി പുതുപ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളെ, പ്രാർത്ഥനാ ജീവിതത്തെ ഉൾക്കൊള്ളുന്നവർക്ക്. സ്വർഗലോകത്തേക്ക് കയറിപ്പോയ മാർപ്പാപ്പ വീണ്ടും ഭൂമിയിലെത്തിയ പ്രതീതിയാണിവിടെ. ഒരിക്കൽ പോലും മാർപ്പാപ്പയെ കാണാത്തവരുടെ മനസ്സിലും ധ്യാനം നിറയ്ക്കും ഈ സാന്നിധ്യം. മാർപ്പാപ്പയുടെ വിയോഗത്തിൻ്റെ ഈ സമയത്ത് ലോകം മുഴുവനും ദുഃഖാവസ്ഥയിലായിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തതും ഈ ഒരു സമയത്ത് പരിശുദ്ധ പിതാവിനെ ഓർക്കുവാൻ സാധിച്ചതിൽ അനൽപമായ സന്തോഷം. 2 മാസം എടുത്താണ് സുനിൽ കണ്ടല്ലൂർ പാവങ്ങളുടെ ഇടയന്റെ ജീവസുറ്റ മെഴുകുപ്രതിമ പൂർത്തിയാക്കിയത്. നേരിട്ട് കാണണമെന്ന ആഗ്രഹം ബാക്കിയെങ്കിലും മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഈ രൂപം. 1 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്സ് മോഡൽ ചെയ്ത് മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നു. പോപ്പ് ഫ്രാൻസിസിന്റെ മോഡൽ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പോപ്പ് ഫ്രാൻസിസിന്റെ ഇപ്പോൾ ഇന്ത്യയിൽ വന്നാലും അദ്ദേഹത്തിനെ ഒന്ന് കാണിക്കാനുള്ള ഒരു അവസരം. പക്ഷെ അത് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. എങ്കിലും കുഴപ്പമില്ല, എല്ലാവരും നല്ല രീതിയിൽ ആ മോഡലിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. കിഴക്കേക്കോട്ടയിലെ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ പാപ്പയെ കാണാൻ വിശ്വാസികൾ എത്തുന്നുണ്ട്. അകലെയെങ്കിലും അടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പകർന്നു തന്ന മൂല്യങ്ങളും ആദർശങ്ങളും ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇന്നും അദ്ദേഹത്തിന്റെ ജീവനുറ്റ മെഴുകുപ്രതിമ കാണാൻ തിരുവനന്തപുരത്ത് എത്തുന്നവർ നിരവധി പേരാണ്. ക്യാമറാമാൻ പ്രേം ശംശിക്കൊപ്പം ആതിര പുതുവയലിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.